എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിള്ളേർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോയായിരുന്നേ. അപ്പം അതെല്ലാം മേടിച്ചുകൊണ്ട് തിരിച്ച് വന്നു കേട്ടോ. മേടിച്ചുകൊണ്ട് വരാനൊന്നും പാടില്ല, പക്ഷേ ഇതെല്ലാം ഇനി എടുത്ത് വെക്കുന്നതാണ് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്കിന് ആ കടയിലെ ചേട്ടൻ എന്നെ പാവയ്ക്ക കുറച്ചേറെ അങ്ങ് കെട്ടി ഏൽപ്പിച്ചു കേട്ടോ. അത് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഒരു പണിയായിരിക്കുക. പിന്നെ മഴ തോർന്നിട്ടില്ല, ഞാനാണെ അരിഞ്ഞ് വാട്ടുകയും ചെയ്തേ. പിന്നെ ചെറിയ വെയിൽ കാണുമ്പോൾ എടുത്ത് വെയിലത്ത് വെക്കും. പിന്നെ മുറിയിൽ ഫാനൊക്കെ ഇട്ട് ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ വെള്ളമയമൊന്നും ഇല്ലാതൊക്കെ ആക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇവിടെ പണ്ട് മുതലുള്ള ഒരു അരിപ്പെട്ടിയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു മാസത്തേക്കിനുള്ള സാധനങ്ങൾ ഒന്നിച്ച് മേടിക്കുക. അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കുവേ. നമ്മുടെ ഇവിടെ അടുത്തൊരു ഹോൾസെയിൽ കടയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് പോലെയല്ല, നമ്മുടെ പണ്ടത്തെ കടകളിലൊക്കെ സാധനം തൂക്കി തരത്തില്ലേ, അതുപോലെ എടുത്തു തരുന്ന ഒരു കടയാണ് കേട്ടോ. പക്ഷേ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് അവിടെ നല്ല വിലക്കുറവുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് സാധാരണ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാറുള്ളത് കേട്ടോ. വില കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ തൂക്കി തരുന്നെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ കടയിൽ നിന്നാണ് ഈ ചെറിയ ചെറിയ കടകളിലേക്ക് സാധനങ്ങളൊക്കെ, ഇവിടെ അടുത്തുള്ള ചെറിയ കടകളിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാറുള്ളത്. ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചേക്കുവേ. അപ്പോൾ എല്ലാം ഏകദേശം ഒന്ന് തീരുന്ന ഒരു കണക്കനുസരിച്ചാണ് ഞാൻ എല്ലാ പ്രാവശ്യവും മേടിക്കാറുള്ളത് കേട്ടോ. മൊത്തം തീർന്നിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് വേറെ പാത്രത്തിലേക്കും കവറിനകത്തുമൊക്കെ മാറ്റി വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കും. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയത് മിച്ചം ഇരിക്കുന്നത് ആദ്യം ഉപയോഗിച്ചിട്ട് ഇതെടുത്താൽ മതിയല്ലോ. പണ്ട് എന്നെ കെട്ടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഇവിടെ 8 കിലോ പഞ്ചസാരയായിരുന്നു കേട്ടോ ഒരു മാസം വേണ്ടി വരുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആകും. അത് തീർന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. അതുപോലെ പഞ്ചസാര കണ്ടമാനം ഉപയോഗിക്കുമായിരുന്നു. ഇവിടുത്തെ അച്ഛനൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പിക്കാണെങ്കിൽ 2-3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പം അച്ഛൻ മധുരമൊന്നും ഇടാതെയാണ് കാപ്പിയൊക്കെ കുടിക്കുന്നത്. എന്നാലും അന്നൊന്നും ഷുഗറോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ചെറിയ തോതിലെങ്ങാണ്ട് ഒരു ബോർഡർ ലെവലിൽ ഷുഗർ വന്ന് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഫ്ലാസ്കിനകത്ത് ഇങ്ങനെ കാപ്പി തിളപ്പിച്ച് വെച്ചേക്കണം എപ്പോഴും തീരുന്നതിനനുസരിച്ച്. ഇവരെല്ലാവരും എപ്പോഴും കാപ്പി കുടിയായിരുന്നേ, വെള്ളമൊന്നും കുടിക്കത്തില്ല. അതിന് പകരം ഈ കാപ്പിയാണ് എപ്പോഴും ഈ പഞ്ചസാര ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നത്. ഈ ആട്ടതേ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ആട്ടായുടെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ. അവിടുത്തേതാണ് അത്. ഈ കടയിൽ കൊണ്ട് വെക്കുന്നതാണ് ഇത്. നമ്മുടെ ചക്കിയാട്ടയാണ്, നല്ല ആട്ടയാണ് കേട്ടോ. നമ്മുടെ ആശീർവാദമൊക്കെ പോലെ തന്നെ. അപ്പോൾ ഈ കവറെല്ലാം ഞാൻ ചേച്ചിമാർക്ക് കൊടുക്കാനുള്ള ചാക്കിനകത്തോട്ട് കൊണ്ടിടാൻ പോവുകയാണ്. മാസം മാസം നമ്മുടെ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വന്ന് എടുത്തുകൊണ്ട് പോകുവേ. പിന്നെ 2 തോർത്തൂടെ മേടിച്ചായിരുന്നു പിള്ളേർക്ക്. അതും കയ്യോടെ കഴുകി ഇട്ടേക്കാമെന്ന് വെച്ചാൽ പിന്നെ പശയല്ലേ അതല്ലേ. സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് 2 പേരും കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് TV കാഴ്ചയാണ്. എപ്പോഴും ഒരു കൊച്ചു TV കാഴ്ച കേട്ടോ. അത് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ട് മണി പ്ലാന്റ് നമ്മൾ ഈ പെരയ്ക്കകത്ത് വെക്കുന്നത് ഇങ്ങനെ വാടിക്കഴിഞ്ഞാൽ അത് അഴുക്കാണ്. അതുകൊണ്ട് ഞാനത് അന്നേരം എടുത്ത് വെള്ളത്തിനകത്തു നിന്ന് എടുത്തുകൊണ്ട് വെളിയിൽ പോയി കുഴിച്ച് വെക്കാൻ കൊണ്ടുപോയേ. പിന്നെ എനിക്ക് കുറേ ദിവസം ഇങ്ങനെ ചുമ. അപ്പം അതിന് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുനാരങ്ങയും കൂടെ 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് അത് 2 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഈ കഫക്കെട്ടൊക്കെ മാറുമെന്ന് ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി. 2
അപ്പോൾ അതേ നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് 1 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണമെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് കണ്ടത്. അപ്പോൾ അതേ ഇത് ഞാൻ 1 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് 2 നേരം കുടിക്കണം. അതേ ഞാൻ എടുത്തുകൊണ്ട് പോയ മണി പ്ലാന്റ് ഈ ചട്ടിക്കകത്തോട്ട് തന്നെ കൊണ്ട് കുത്തി വെച്ച് കേട്ടോ. ഇവിടെ കുറച്ച് മണി പ്ലാന്റ് ഇങ്ങനെ ഈ സൈഡ് വഴി ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. അച്ചു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുറ്റത്തൂടെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നടക്കുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.